2002 ജൂലൈ 17 കാനഡ. ജ്ഞാനദളം 364. നിങ്ങൾ ഏതു വിഭാഗത്തിൽ പെടുന്നു എന്ന് അറിയൂ. സാധാരണ ഒരേ തരത്തിലുള്ള ആളുകൾ ഒന്നിച്ച് സംഘം ചേരും. ബുദ്ധിയുള്ളവർ ഒന്നിച്ചു കൂടുന്നു. വിഡ്ഢികൾ ഒരുമിച്ചു കൂടുന്നു. സന്തോഷമുള്ളവർ ഒരുമിച്ചു കൂടുന്നു. ഉത്കർഷേച്ഛയുള്ളവർ ഒരുമിച്ചു കൂടുന്നു. അതൃപ്തിയുള്ളവർ ഒരുമിച്ചു കൂടുന്നു. ഒരേ തൂവൽ പക്ഷികൾ ഒന്നിച്ചു കൂടുന്നു എന്നൊരു ചൊല്ലുണ്ട്. അതൃപ്തരായവർ ഒന്നിച്ചു കൂടുകയും പരാതികൾ പറയുകയും പരസ്പരം താഴ്ത്തുകയും ചെയ്യുന്നു. നിരാശയുള്ള ഒരാൾക്ക് സന്തോഷമുള്ളവരുടെ കൂടെ ഇരിക്കാൻ പറ്റുകയില്ല. മറ്റേയാൾ നിങ്ങളെപ്പോലെ ആകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് സുഖമുണ്ടാവുകയുള്ളൂ. ബുദ്ധിയുള്ളവർക്ക് ബുദ്ധിയില്ലാത്തവരോടൊപ്പം സുഖമോ സ്വസ്ഥതയോ തോന്നുകയില്ല. ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവർക്ക് മാനുഷികത കുറവാണെന്നും കരുതും. ജ്ഞാനിക്ക് എല്ലാവരുടെയും കൂടെയും സ്വസ്ഥമാകാൻ കഴിയും. അത് അതൃപ്തനോ സന്തോഷമുള്ളയാളോ വിഡ്ഢിയോ ബുദ്ധിയുള്ളയാളോ ആയിക്കോട്ടെ. അതുപോലെ എല്ലാ തരത്തിലുള്ള ആളുകൾക്കും ജ്ഞാനിയോടൊപ്പം സ്വസ്ഥരാവുകയും ചെയ്യും. നിങ്ങൾ തിരിഞ്ഞു നോക്കി നിങ്ങളുടെ കൂട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾക്ക് കൃതജ്ഞതയുണ്ടോ, അതോ പിറുപിറുക്കുകയാണോ? ചുറ്റുമുള്ള ആളുകളെ ഉയർത്താൻ ഉത്തരവാദിത്തം എടുക്കൂ. അതാണ് സത്സംഗ്. വെറുതെ പാടുകയും പാടിയതിനു ശേഷം സ്ഥലം വിടുകയും മാത്രമല്ല. ജ്ഞാനി പക്ഷികൾക്ക് പറക്കാൻ കഴിയുന്ന ആകാശം പോലെയാണ്. ജയ് ഗുരുദേവ്.